നാം ഇന്ന് ഇന്റർനെറ്റിനും GPS-നും വേണ്ടി ആശ്രയിക്കുന്ന ബഹിരാകാശം ഒരു വലിയ ശ്മശാനമായി മാറാൻ പോവുകയാണോ? സ്പേസ് എക്സിനെ പോലെ വൻകിട കമ്പനികൾ പതിനായിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുമ്പോൾ അത് ഭൂമിക്ക് നൽകുന്ന വാഗ്ദാനങ്ങളെക്കാൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. എന്താണ് കെസ്ലർ സിൻഡ്രോം? ബഹിരാകാശത്തെ ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കാൻ ISRO ഒരുക്കിയ സുരക്ഷാ കവചം എന്താണ്? എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ ലോകമെമ്പാടും ഇന്റർനെറ്റ് എത്തിക്കുന്നുണ്ടെങ്കിലും അവ ഭ്രമണപഥത്തിൽ സൃഷ്ടിക്കുന്ന തിരക്ക് ഭയാനകമാണ്. ഉപഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് ആയിരക്കണക്കിന് കഷ്ണങ്ങളായി മാറുന്ന കെസ്ലർ സിൻഡ്രോം എന്ന പ്രതിഭാസം സംഭവിച്ചാൽ നമ്മുടെ UPI ഇടപാടുകളും GPS-ഉം കാലാവസ്ഥാ പ്രവചനവുമെല്ലാം നിമിഷ നേരം കൊണ്ട് തകരാറിലാകും. ഭൂമിക്ക് ചുറ്റുമുള്ള പ്രദേശം ഉപഗ്രഹങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു മാലിന്യ കൂമ്പാരമായി മാറാൻ ഇത് കാരണമാകും. ഉപഗ്രഹങ്ങൾ കാലാവധി കഴിഞ്ഞ് അന്തരീക്ഷത്തിൽ കത്തിയമരുമ്പോൾ അവ സുരക്ഷിതമായി ഇല്ലാതാകുന്നു എന്ന ധാരണ തെറ്റാണെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു. സ്പേസ് എക്സ് ഉപഗ്രഹങ്ങളിലെ അലുമിനിയം, ലിഥിയം ലോകസങ്കരങ്ങൾ കത്തുമ്പോൾ പുറന്തള്ളുന്ന ലിഥിയം വായുവിൽ കലരുന്നു. ഇത് ഉൽക്കകളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ നൂറുകണക്കിന് മടങ്ങാണ്. ദശാബ്ദങ്ങളോളം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ഈ ലോഹമേഘങ്ങൾ നമ്മുടെ ഓസോൺ പാളിയെ നശിപ്പിക്കാൻ ശേഷിയുള്ളവയാണ്. ഈ വിനാശകരമായ സാഹചര്യത്തെ നേരിടാൻ ഭാരതം ISROയുടെ നേതൃത്വത്തിൽ പ്രൊജക്ട് നേത്ര എന്ന സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ബംഗളൂരുവിലിരുന്ന് ബഹിരാകാശത്തെ ഓരോ ചലനവും നിരീക്ഷിക്കുന്ന ഈ റഡാർ കവചം കൂട്ടിയിടി സാധ്യതയുണ്ടെങ്കിൽ ഉടൻ റെഡ് അലേർട്ട് നൽകുന്നു. പ്രതിവർഷം 50,000-ത്തിലധികം മുന്നറിയിപ്പുകൾ പരിശോധിക്കുന്ന നേത്ര ഇന്ത്യയുടെ ഉപഗ്രഹങ്ങളെ സുരക്ഷിതമായി മാറ്റാൻ സഹായിക്കുന്നു. എലോൺ മസ്ക് ലക്ഷ്യമിടുന്ന 10 ലക്ഷം പുതിയ AI ഡാറ്റാ സെന്റർ ഉപഗ്രഹങ്ങൾ വരും കാലങ്ങളിൽ വലിയ വെല്ലുവിളിയാകും. എന്നാൽ പ്രൊജക്ട് നേത്രയിലൂടെ ഇത്തരം ആഗോള കമ്പനികളെ മലിനീകരണത്തിന് ഉത്തരവാദികളാക്കാൻ ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ ഇന്ത്യക്ക് സാധിക്കും.